സ്തോത്രം. പരിശുദ്ധ ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 91 സങ്കീർത്തനം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ തട്ടിപ്പോതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മെ വഹിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല സങ്കീർത്തനം. ആമേൻ. ഒരു ദൈവിക സംരക്ഷണം നമുക്ക് നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അതിൻ്റെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനെ നിങ്ങളിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. നാം ആശ്രയിക്കുന്നൊരു ദൈവമുണ്ടോ? ആ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്, നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ്, നമ്മെ വിടിവിച്ചെടുക്കുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് ആ തിരുവെഴുത്ത് പ്രകാരം വിളിച്ച് പറയുക, ആമേൻ, നിൻ്റെ എല്ലാ വഴികളിലും. ആമേൻ. ഹല്ലേലൂയ. ഒരു വഴിയിലല്ല, എല്ലാ വഴികളിലും. നാം ഏതൊക്കെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നുണ്ടോ ആ വഴികളിലെല്ലാം നമ്മെ സൂക്ഷിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, എല്ലാ വഴിയും നിന്നെ കാത്തു പരിപാലിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവമാ. ആമേൻ. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന്, ആമേൻ, നിന്നെ കാത്തു പരിപാലിക്കേണ്ടതിന് നമ്മെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ടാകും. ആമേൻ. ദൈവവൈതലേ, ഈ പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കുക. നിൻ്റെ എല്ലാ വഴിയിലും നിന്നെ സൂക്ഷിക്കുന്നില്ലേ? ഒരു വഴിയിലാണോ? ആമേൻ. നീ ഏതൊക്കെ ദുർഘട വഴികളിലൂടെ കടന്നു പോയാലും അവിടെയൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് നിന്നെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം ശക്തനാ. ആമേൻ. നിന്റെ കല്ല് തട്ടിപ്പോതിരിക്കേണ്ടതിന് അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. ഒരു ദൈവവൈതന്റെ, ആമേൻ, ഹല്ലേലൂയ, കല്ലിൽ തട്ടിപ്പോതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്നും. ആമേൻ. ആരാ ഈ പകൽക്കാലം നമ്മെ കൈകളിൽ വഹിക്കുന്നത്? ആമേൻ. 2 കരങ്ങൾ കൊണ്ട് ആണികൾ, ആമേൻ, ആണിപ്പാടുകൾ ഏറ്റാ, ആമേൻ, ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ വഹിപ്പാൻ, സൂക്ഷിപ്പാൻ എൻ്റെ ദൈവം ശക്തനല്ലേ? ആ ശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു ദൈവവൈദ്യരെ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആമേൻ. എന്നെ സൂക്ഷിപ്പാൻ, എന്നെ നടത്തുവാൻ, എന്നെ പരിപാലിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ശത്രു എൻ്റെ നേരെ വടകോരിയട്ടം എന്നെ തകർക്കുവാൻ കഴിയാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതലോ ഞാൻ അനുഭവിപ്പാൻ തക്കൊണ്ട് വിടിയതിൻ്റെ 1-ാമത്തെ കാരണം, ആമേൻ, ഒരു ദൈവിക പദ്ധതി എന്നിലൂടെ വെളിപ്പെട്ടോ എന്നെ സൂക്ഷിപ്പാനും എന്നെ പരിപാലിച്ചു വഴി നടത്താനും കഴിയുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് നന്നായി തിരിച്ചറിയുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ, ഓരോ വഴികളിലും എന്നെ സൂക്ഷിപ്പാൻ തക്കവണ്ണം എന്നോട് കൂടെ ഇരുന്നു എന്ന് ഓരോ ദൈവമക്കളും അത് തിരിച്ചറിയേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവിക സൂക്ഷിപ്പുകളോ ദൈവത്തിൻ്റെ വിടുതലുകളൊക്കെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ജീവിതത്തിൽ, ആമേൻ, കൃപ തന്ന അനുഭവങ്ങൾ, അനുമതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിച്ച ദൈവമക്കൾക്ക് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. ആമേൻ. എന്നെ സൂക്ഷിച്ച സൂക്ഷിപ്പ്, ആമേൻ, ഈ പകൽക്കാലം ദൈവസന്നിധിയിലും എത്ര വർണ്ണിച്ചാലും അത് മതിയാകത്തില്ല. ആമേൻ. എൻ്റെ കല്ല് തട്ടിപ്പോതിരിക്കേണ്ടതിന്, ആമേൻ, അവൻ എന്നെ കൈകളിൽ വഹിച്ചൊരു ദൈവമുണ്ടാകും. ആമേൻ. ദൈവമക്കളെ, ഒരു മനുഷ്യന് നമ്മളെ വഹിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന് നമ്മളെ സൂക്ഷിക്കാൻ കഴിയുമോ? ആർക്കും സൂക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന സ്ഥാനത്താണ് അത്യുന്നതൻ്റെ മറവിൽ അവൻ നമ്മെ സൂക്ഷിപ്പാൻ തക്കൊണ്ട് വിടിയേത്. അവൻ്റെ ചിറകിൻ കീഴിൽ എന്നെ സൂക്ഷിച്ചൊരു ദൈവമുണ്ടെന്നും എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും? ആമേൻ. ദൈവത്തിൻ്റെ വിടുതലോ ദൈവത്തിൻ്റെ കരുതലും കാവലും സൂക്ഷിപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന് നമ്മളെ വിടിവിച്ചെടുത്ത ഒരു നല്ല കർത്താവിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം അനുഭവിപ്പാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഓരോ ദൈവമക്കളെയും ഒരുക്കതിനെ ഓർത്ത്
എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. മുട്ടമന എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ദൈവമക്കളെ, ആമേൻ. എന്നെ സൂക്ഷിച്ച ദൈവമില്ലേ, എന്നെ വഴിയിൽ പരിപാലിച്ച ദൈവമില്ലേ, എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോതിരിക്കാത്തക്ക വേണം എന്നെ പരിപാലിച്ച ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ആമേൻ, അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് മാത്രമേ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ആ വഴിയിലൂടെ നാം മുന്നോട്ട് സഞ്ചരിക്കണം. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇടയായിത്തീരേണ്ടതിനായി സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ഈ തിരുവെഴുത്ത് നമ്മെ ജീവിപ്പിക്കട്ടെ, നമ്മെ കരങ്ങളിൽ വഹിക്കുമാറാകട്ടെ. എൻ്റെ കാല് കല്ല് തട്ടിപ്പതിരിക്കേണ്ടതിന് എന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുള്ളത് കൊണ്ട് എത്ര നന്ദിയോടെ സ്തോത്രം ചെയ്താൽ മതിയാകും. എത്ര നന്ദി പറയണം. ആമേൻ. എത്ര നന്ദി പറയണം. അപ്പാ, ഈ പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കാം. എന്നെ വിടിവിച്ചതിന് നന്ദി അർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, നമ്മെ പരിപാലിച്ച് വിടിവിക്കുന്നൊരു കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആമയെ വഴി സൂക്ഷിപ്പാനും നിന്റെ കാലിക്കല്ല് തട്ടിപ്പതിരിക്കാനും ആ ഉള്ളം കരത്തിൽ വഹിച്ച് സൂക്ഷിച്ച ദൈവത്തിന് എത്ര നന്ദി പറയാൻ കഴിയും. ആ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം ആ മുറിഞ്ഞ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുമാറാകണം. കർത്താവിനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.